ഇന്നൊരു പൊട്ടറ്റോ ലീക്ക് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 ലീക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ വേര് വശം ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കളയരുത്. ഇത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കിളിർപ്പ് വരും. ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് മണ്ണിലോട്ട് മാറ്റി നടാം കേട്ടോ. അപ്പോൾ ഈ ലീക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാ ഗ്രോസറി സ്റ്റോറുകളിലും അവൈലബിൾ ആണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പൊട്ടറ്റോ ആണ് ഇതിനായിട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് പുഴുങ്ങാൻ വെക്കണം. അപ്പോൾ ഞാനൊരു 5 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അവിടെ നമുക്ക് പുഴുങ്ങാൻ വെച്ചിരിക്കുന്ന സമയം നമുക്ക് ലീക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ വാഷ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. എങ്കിലും ഞാൻ ഇത് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഞാൻ വാഷ് ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ ഇലയുടെ ഇടയിലൊക്കെ ഇത് കണക്ക് മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഒന്നുകൂടെ റിൻസ് ചെയ്തിട്ട് എടുക്കണം. ഒന്നുകൂടെ കഴുകിയേക്കണം എപ്പോഴും കേട്ടോ. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇതേപോലെ ഒരു സ്ട്രെയിനറിൽ ഇട്ടിട്ട് നമുക്കവിടെ വെള്ളം തോരാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ വെള്ളം എല്ലാം പോണ സമയം അവിടെ ഇങ്ങനെ അവിടെ മാറ്റി വെച്ചിരുന്നാൽ മതി. ആ സമയം ഞാൻ ബ്രെഡ് പരിചയപ്പെടുത്താം. അപ്പോൾ ഞാൻ ഇവിടെ സാധാ ബ്രെഡല്ല എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഒരു ബേക്കറി ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇറ്റാലിയൻ ബ്രെഡൊക്കെ കിട്ടുമെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ല നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. കിട്ടുന്നത് എടുക്കുക. പിന്നെ അതിന് ശേഷം ഇവിടെ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലീക്ക് ഞാനൊന്ന് മിൻസ് ചെയ്തെടുക്കുകയാണ്. ഒരു ചോപ്പറിലിട്ട് നന്നായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം. ഇത് ലീക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിയുടെ ഒക്കെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫ്രൈഡ് റൈസിലും സൂപ്പിലും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ കുറച്ച് ക്രഷ് ചെയ്ത കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ ഞാൻ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമ്മുടെ പൊട്ടറ്റോ അവിടെ വെന്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം വെന്തോന്ന്. അപ്പം ഒരു ഫോർക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ, വെന്തിട്ടുണ്ടോ ഇല്ലേന്ന് അറിയാൻ. അതിന് ശേഷം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഒരു ബ്രെഡിൻ്റെ ഒരു ഫില്ലിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഓയിലിട്ടിട്ട്, ഇവിടെ കടുവൊന്നും ഇടണ്ട കേട്ടോ, ലീക്ക് തന്നെ നേരെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതിന് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ട് അതിൻ്റെ ആ ഒരു കുത്തൽ സ്മെല്ലൊക്കെ പോയതിന് ശേഷം നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉടയ്ക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇത് കണക്ക് ഒന്ന് ഉടച്ച് ചേർക്കാൻ ശ്രമിക്കണം നന്നായിട്ട്. കണ്ടോ, ഇതേ കണക്ക് നന്നായിട്ട് ഒന്ന് ഉടച്ചങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഈസിയാണ് കേട്ടോ. ഇത് നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തു വിടാനോ ഓഫീസിൽ കൊണ്ടുപോകാനോ ഒക്കെ വളരെ ഈസിയാണ് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതിനെ രണ്ടും കൂടെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ച കുത്തലൊക്കെ പോകണം. പിന്നെ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചതച്ച ഇങ്ങനെ കടിക്കുന്ന പരുവാണ് കേട്ടോ. അത് നമുക്ക് ആവശ്യത്തിന് ഇടാം എരി അനുസരിച്ച്. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം അവസാനം കുറച്ച് ഗരം മസാലയാണ് ഇട്ടുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഇറച്ചി മസാലയില്ലേ, കുറച്ചൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു നല്ലൊരു മണം കിട്ടും. അപ്പോൾ ഇവിടെ ഫില്ലിങ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു സാൻഡ്വിച്ച് ആക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ പനീനി പ്രസ് സാൻഡ്വിച്ച് മേക്കറാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എൻ്റെ ഷോർട്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി കാണാം കേട്ടോ. പിന്നെ ബ്രെഡിൽ ഞാൻ ഇത് കണക്ക് ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പനീനി പ്രസ് അല്ലെങ്കിൽ പനീനി ഗ്രില്ലെന്ന് പറയും, അതിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണക്ക് ഫില്ലിങ് വെച്ചതിന് ശേഷം അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ക്രസ്റ്റ് എടുത്ത് കളയാം കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ക്രസ്റ്റ് എടുത്തിട്ടില്ല. അതും കൂടെ വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അതെടുത്താൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും, കഴിക്കാനും കുറച്ചുകൂടെ ഈസി ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ 4 വശവും കട്ട് ചെയ്ത് കളയാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഇതിനെ കൂടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ആ പനീനി പ്രസ്സിൽ വെച്ച് പ്രസ് ചെയ്തെടുക്കുന്നു, ഗ്രില്ല് ചെയ്തെടുക്കുന്നു, അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തലേന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബ്രെഡിലിട്ടിട്ട് നമുക്കിത് കണക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് പനീനി പ്രസ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്ന് ഇങ്ങനെ ചെറിയതായിട്ടൊരു എണ്ണ തേച്ചിട്ട് വയ്ക്കാം. ആ ഒരു 3 മിനിറ്റ്സ് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് ഗ്രില്ലായി വരും. നമ്മുടെ ബ്രെഡ് നല്ലോണം പ്രസ്സായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല സൂപ്പർ ഒരു ടിഫിനാണ് കൊണ്ടുപോകാൻ
കുട്ടികൾക്കൊക്കെ രാവിലെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ ഒന്നാം തരമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ടിഫിൻ ബോക്സ് തയ്യാറാക്കാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ. അൻറ്റിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.